ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം മർക്കോസ് 3:20 മുതൽ 30 വരെയുള്ള വാക്യങ്ങളാണ്. ഈ വാക്യത്തിൻ്റെ ഘടന നമുക്ക് ആദ്യം ചിന്താവിഷയം വെക്കാം. ഈ സുവിശേഷ ഭാഗത്തിൽ മർക്കോസ് ആദ്യമായിട്ട് യേശുവിനെ സംബന്ധിക്കുന്ന ഒരു സത്യം നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നു. അതായത് യേശു സ്വയം മറന്ന് മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്നതിൽ ശ്രദ്ധാലുവായിരുന്നു എന്ന സത്യമാണ് നമ്മെ മർക്കോസ് ഓർമ്മിപ്പിക്കുന്നത്. അക്കാരണത്താൽ തൻ്റെ അടുക്കൽ വരുന്ന രോഗികളെയും ക്ലേശിതരെയും ഒക്കെ ആശ്വസിപ്പിക്കാനും സൗഖ്യം പകരാനും അതുപോലെ പിശാച് ബാധിതരെ പിശാചിൻ്റെ ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷിക്കാനുമൊക്കെയായി നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരുന്ന യേശു തന്നെ മറന്നുപോകുന്ന അവസ്ഥയിൽ എത്തിയിരുന്നു എന്നാണ് മർക്കോസ് നമ്മെ പഠിപ്പിക്കുന്നത്. യേശുവിനും ശിഷ്യന്മാർക്കും ഭക്ഷണം കഴിക്കാൻ പോലും സമയം ലഭിച്ചിരുന്നില്ല എന്നാണ് മർക്കോസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അതായത് ഒരുതരം ഭ്രാന്തമായ ജനസേവ, ജനങ്ങളുടെ നന്മയ്ക്കു വേണ്ടി പ്രവർത്തിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ മറന്നുപോകുന്ന അവസ്ഥ. ഈ സത്യം മർക്കോസ് ഇവിടെ മാത്രമല്ല പറയുന്നത്. 6-ാം അധ്യായത്തിൻ്റെ 31-32 വാക്യങ്ങളിലും ഈ കാര്യം തന്നെ മർക്കോസ് പറയുന്നുണ്ട്. യേശുവിന് ജനങ്ങളോടുണ്ടായിരുന്നതായ സ്നേഹവും ആദരവും മനുഷ്യ ഭാഷയ്ക്ക് വർണ്ണിക്കാൻ കഴിയുന്നതിൽ അധികമായിരുന്നു എന്നാണ് അർത്ഥം. അപ്പോൾ ഈ സത്യം, ഈ പരോപകാരിയായ യേശുവിനെ സംബന്ധിക്കുന്ന ഈ സത്യം ആദ്യം അവതരിപ്പിച്ചതിന് ശേഷം 2 പ്രതികരണങ്ങളാണ് മർക്കോസ് തരുന്നത്. ഒന്നാമത്തെ പ്രതികരണം യേശുവിൻ്റെ സ്വന്തക്കാരുടെ പ്രതികരണമാണ്. എന്താണ് ഇവൻ ഇങ്ങനെ ചെയ്യുന്നത്? എന്താണ് ഇവൻ തന്നെ മറന്ന് മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്നത്? അവർ ഒരു പുതിയ തത്വത്തിൽ എത്തിച്ചേരുന്നു. യേശുവിന് സുബോധം നഷ്ടപ്പെട്ടിരിക്കും. കാരണം അവരുടെ പരിചയത്തിൽ ഇതുപോലെ പരോപകാരിയായ ഒരു മനുഷ്യൻ ഒരിക്കലും ഉണ്ടായിട്ടില്ല. അവരുടെ പരിചയത്തിൽ അങ്ങനെ ഒരാളില്ല. അപ്പോൾ ഇങ്ങനെ വാസ്തവത്തിൽ ഒരു മനുഷ്യനും ചെയ്യാത്തതായ ഈ സേവനം ചെയ്യുന്ന യേശു സുബോധം നഷ്ടപ്പെട്ട് ഭ്രാന്തി പിടിച്ച് ചെയ്യുകയാണല്ലോ എന്ന് അവർ വിചാരിച്ചു. അതുകൊണ്ട് അവർ യേശുവിനെ എങ്ങനെയും പിടിച്ചുകൊണ്ട് പോകാൻ വേണ്ടി വരുന്നു. ഇത് ഒരു പ്രതികരണം. മറ്റൊരു പ്രതികരണം യേശുവിൻ്റെ ശത്രുക്കളുടേതാണ്, അതായത് നിയമജ്ഞരുടേതാണ്. അവർ ഇങ്ങനെയാണ് പ്രതികരിച്ചത്: യേശു എന്താണ് ഇത്രയേറെ സേവന സന്നദ്ധത കാണിക്കുന്നത്? ഇത്രയേറെ സ്വയം മറന്നുപോകുന്നത് എന്താണ്? അവർ കണ്ടുപിടിച്ച ഉത്തരം, യേശുവിന് പിശാചുകളുടെ തലവനായ ബേൽസെബൂലിൻ്റെ ആവാസമുണ്ട്. അങ്ങനെ പിശാച് ബാധിച്ച ഒരുവനാണ് യേശു. ആ പിശാച് ബാധയുടെ ശക്തിയിലാണ് യേശു എല്ലാം ചെയ്യുന്നത്. യേശു അതിന് നല്ല ഒരു മറുപടി കൊടുക്കുന്നുണ്ട്, ഒരു ഉപമയിലൂടെ. അതായത് യേശുവിൻ്റെ പ്രവർത്തനങ്ങളിൽ ഏറിയ പങ്കും പിശാചുകളെ ബഹിഷ്കരിക്കുക എന്നുള്ള പ്രവൃത്തിയാണ്. പിശാചിനെ കൊണ്ട് തന്നെ പിശാചിനെ ബഹിഷ്കരിക്കുകയാണെങ്കിൽ
ആ പിശാചിൻ്റെ രാജ്യത്തിന് എങ്ങനെ നിലനിൽക്കാൻ കഴിയും? വാസ്തവത്തിൽ അത് വെറും പൂർവാപര വിരുദ്ധമായ ഒരു പ്രസ്താവനയല്ലേ എന്ന് യേശു ചോദിക്കുകയാണ്. എന്നിട്ട് യേശു ഈ ശത്രുക്കൾക്ക് ഇങ്ങനെ മറുപടി പറയുന്നു. മനുഷ്യൻ പല പാപങ്ങൾ ചെയ്തെന്നിരിക്കും, അതിനൊക്കെ ശിക്ഷയും ലഭിക്കാറുണ്ട്. പാപങ്ങൾ അനുദപിച്ചാൽ പാപങ്ങൾക്ക് മോചനവും ലഭിക്കാറുണ്ട്. പക്ഷേ പരിശുദ്ധാത്മാവിന് എതിരായ പാപം മോചിക്കപ്പെടുകയില്ല എന്നാണ് യേശു പറയുന്നത്. അതായത് താൻ പ്രവർത്തിക്കുന്നത് മുഴുവനും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലാണ്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ താൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ പിശാചിൻ്റെ ശക്തിയിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങളായി വ്യാഖ്യാനിക്കുന്ന ഈ നിയമജ്ഞരുടെ വ്യാഖ്യാനം അവരുടെ പാപത്തിൻ്റെ കാഠിന്യമാണ് വ്യക്തമാക്കുന്നത്. ഈ പാപം മോചിക്കപ്പെടാൻ പറ്റാത്ത പാപമാണ്. കാരണം യേശുവിനെ അറിയാമായിരിക്കെ, യേശുവിൻ്റെ പ്രവർത്തനം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലാണെന്ന് മനസ്സിലാക്കിയിരിക്കെ, അതിനെതിരായി യേശു പ്രവർത്തിക്കുന്നത് പിശാചിൻ്റെ ശക്തിയാലാണ് എന്ന് പറയുന്ന ഈ നിയമജ്ഞരുടെ വ്യാഖ്യാനം അത് ക്ഷമിക്കപ്പെടാൻ പാടില്ലാത്ത തിന്മയാണ് എന്ന് യേശു പഠിപ്പിക്കുന്നു. നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ഇന്ന് ചിന്തിക്കുമ്പോൾ, അതായത് നമ്മുടെ പിതാവായ മാർ യോവാനിസ് പിതാവിൻ്റെ ഓർമ്മയോട് ചേർന്നുള്ളതായ ഈ ദിവസത്തിൽ നമ്മളിത് ഓർക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഈ യേശുവിന് തുല്യനായിട്ട്, അല്ലെങ്കിൽ യേശുവിനോട് തുലനം ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തിയാണ് നമ്മുടെ പിതാവായ മാർ ഇവാനിയോസ് ചെയ്തത്. അദ്ദേഹം മനുഷ്യൻ്റെ യുക്തിക്ക് നിരക്കാത്ത രീതിയിലാണ് തനിക്ക് വലിയ സ്ഥാനവും മാനവും ഭാവിയിൽ പുതിയ സ്ഥാനങ്ങളും ഒക്കെ കിട്ടാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു സഭയെ ഉപേക്ഷിച്ച് താൻ താമസിച്ചുകൊണ്ടിരുന്ന തൻ്റെ സന്യാസ സഭയുടെ അംഗങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന മുണ്ടൻമല വിട്ട് ഒന്നുമില്ലാത്തവനായി വെറും കൈയോടെ ഇറങ്ങിത്തിരിച്ച മാർ ഇവാനിയോസ് വാസ്തവത്തിൽ യുക്തിരഹിതമായ ഒരു പ്രവൃത്തിയാണ് ചെയ്തത്. അത് അദ്ദേഹം ചെയ്യാൻ കാരണം അദ്ദേഹത്തിൽ വസിച്ച പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം കൊണ്ടാണ്. അഥവാ ദൈവ സേവനത്തിന് അദ്ദേഹം കൊടുത്തതായ പ്രാധാന്യം കൊണ്ടാണ്. ഈ ദൈവസേവനത്തിന് പ്രാധാന്യം കൊടുത്തതുകൊണ്ട് അദ്ദേഹം തന്നെ മറന്നുപോയി. തനിക്ക് കിട്ടാമാകുന്ന സ്ഥാനങ്ങളും മാനങ്ങളും മറ്റുള്ളവരിൽ നിന്ന് ലഭിക്കുന്നതായ ബഹുമതിയും മറ്റും മറന്നിട്ട് ദൈവസേവനത്തിന് വേണ്ടി ജനങ്ങളോട് സത്യത്തിൻ്റെ കാര്യം പറയാൻ വേണ്ടി, സത്യസഭ ഏതെന്ന് ജനങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച മാർ യോവാനിസ് പിതാവ് യേശുവിൻ്റെ ഈ പ്രവർത്തനത്തോട് ഒരർത്ഥത്തിൽ സമാനമായ പ്രവൃത്തിയാണ് ചെയ്യുന്നത്. എന്നാൽ ഈ പ്രവൃത്തിയെ പലരും പല രീതിയിൽ വ്യാഖ്യാനിക്കുന്നു എന്നുള്ളതാണ് ഏറെ സങ്കടകരമായ കാര്യം. ഏതോ പുതിയ സ്ഥാനങ്ങൾ കിട്ടാത്തത് കൊണ്ടുള്ളതായ വൈഷമ്യം കൊണ്ട്, ഏതോ പുതിയ സ്ഥാനങ്ങൾ കിട്ടുമെന്നുള്ളതായ പ്രതീക്ഷ കൊണ്ട് സഭ വിട്ട് ഇറങ്ങിയതാണ് മാർ യോവാനിസ് പിതാവെന്ന് പറഞ്ഞു വരുത്തുന്ന ചില ആളുകളുണ്ട്. വാസ്തവത്തിൽ ഇത് നിയമജ്ഞരുടെ വാദം പോലെ തന്നെയാണ്. യേശുക്രിസ്തുവിൻ്റെ അതുല്യമായ വ്യക്തിത്വം മനസ്സിലാക്കാൻ കഴിയാതിരുന്ന ആളുകൾ പറഞ്ഞു, ഇവൻ പിശാചിൻ്റെ ശക്തി കൊണ്ട് ഇവയെല്ലാം ചെയ്യുന്നുവെന്ന്. മാർ യോവാനിസ് പിതാവിൻ്റെ വ്യക്തിത്വത്തിൻ്റെ നിഗൂഢമായ രഹസ്യങ്ങൾ അത് ദൈവ പരിപാലനയിൽ ചെയ്തതാണ് എന്ന്, അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളെല്ലാം ദൈവ പരിപാലനയിൽ ചെയ്ത പ്രവൃത്തികളാണെന്ന് മനസ്സിലാക്കാത്ത, അല്ലെങ്കിൽ അംഗീകരിക്കാൻ മനസ്സിലാത്തതായ ആളുകൾ പറയും, മാർ യോവാനിസ് പിതാവ് ഏതൊക്കെയോ സ്ഥാനങ്ങൾ മോഹിച്ച് തൻ്റെ സഭയെ വിട്ട്
പുനരൈക്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചതാണ് എന്നാണ്. ഇത് പരിശുദ്ധാത്മാവിന് എതിരായ പാപമാണ്. ഇത് നമ്മൾ മനസ്സിലാക്കുകയും നമ്മുടെ ജനങ്ങളോട് പറഞ്ഞു കൊടുക്കുകയും ചെയ്യേണ്ട ആവശ്യമുണ്ട്. പ്രത്യേകിച്ചും ഈ ദിവസങ്ങളിൽ നമ്മൾ മാർ ഇവാനിയോസ് പിതാവിൻ്റെ ഓർമ്മ ആചരിക്കുന്ന ഈ ദിവസങ്ങളിൽ ദൈവം നമ്മെ അധികമായി അനുഗ്രഹിക്കട്ടെ. ഈ നല്ല മനുഷ്യൻ്റെ നന്മ കണ്ടെത്താൻ നമുക്ക് സാധിക്കട്ടെ. ഈ നല്ല മനുഷ്യൻ്റെ നന്മ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാലം ഏറ്റവും വേഗം സംജാതമാകാൻ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കാം.